കോഴിക്കോട്ട് നിന്ന് പോയി വരാം. ടി അനീസ് അലി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അനീസ്, ഗുഡ് മോർണിംഗ്. അനീസ്, എന്താണ് കോഴിക്കോട്ടെ സാഹചര്യം? അനീസ്, ഒറ്റ മിനിറ്റ്, ഒരു സെക്കൻഡ്. അനീസ്, എന്താണ് വടക്കൻ കേരളത്തിലെ സാഹചര്യം? നമ്മളിതാ ഇനി തെക്കൻ കേരളത്തിലൊക്കെ ഈ പരസ്യ പ്രചാരണം അവസാനിക്കാൻ കൃത്യം 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ഒരു ഘട്ടത്തിൽ, ഒരു ക്രൂഷ്യലായ ടൈമിലേക്ക് സ്ഥാനാർത്ഥികൾ, മുന്നണികൾ, പാർട്ടികൾ എത്തിച്ചേർന്ന ഒരു ഘട്ടമാണ്. വടക്കൻ കേരളത്തിലെ പൊതുവിലുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം എന്താണ്, പ്രത്യേകിച്ച് കോഴിക്കോട്ട്? സൈഫു, തെരഞ്ഞെടുപ്പ് വലിയ ഊർജിതമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം രംഗത്ത് സജീവമാണ്. തെരഞ്ഞെടുപ്പിന് എത്ര ദിവസമുണ്ട് എന്നതല്ല, തെരഞ്ഞെടുപ്പിൽ ഓരോ നിമിഷവും പ്രധാനപ്പെട്ട. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടുവള്ളി ഇരുമോത്താണ്. കൊടുവള്ളി ഈ പ്രദേശം കാലങ്ങളായി ഈ ഇരുമോത്ത് ഡിവിഷനിൽ വിജയിക്കുന്നത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ്. എങ്കിൽ പോലും ഇത് അതിരാവിലെ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ, നമ്മളിവിടെ വരുന്ന സമയത്ത് അദ്ദേഹം വീട് കയറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ഈ 36-ാം ഡിവിഷനിൽ മത്സരിക്കുന്ന ഇരുമോത്ത് OP മജീദാണ്. OP മജീദ് എപ്പോഴും ആളുകളെ നമ്മൾ മൈക്ക് കണ്ടപ്പോൾ കുറെ പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. മജീദ, എന്താണ് എവിടെ എത്തി പ്രചാരണമൊക്കെ? പ്രചരണം 2ാം ഘട്ടത്തിലാണ്. ആദ്യം വ്യക്തിപരമായി എല്ലാവരും കയറി കഴിഞ്ഞു. ഒരു വട്ടം എല്ലാവരും കയറി കഴിഞ്ഞു, നേരിട്ട് കയറി കഴിഞ്ഞു. 2ാമത്തെ ഹൗസ് ക്യാമ്പിങ്ങിലാണ് എല്ലാവരും. എത്ര കാലമായിട്ട് ലീഗ് ഭരിക്കുന്ന വാർഡാണ് ഇവിടെ? ആജീവനാന്തം, ഫുൾ ടൈം ഇതുവരെ ലീഗ് തന്നെയാണ്. എന്നിട്ടും വലിയ ഊർജിതമായി തന്നെ ഇറങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. എൻ്റെ നാടാണിത്, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. തീർച്ചയായും ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും വിജയിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിപ്പോ എല്ലാ ആൾക്കാരും ലീഗ് സപ്പോർട്ടേഴ്സ് ആണ് അല്ലേ? എന്താണ് ലീഗിന് ഇത്രയും വലിയ സപ്പോർട്ട്? ഇവിടെ UDFന്റെ ഒരു കോട്ടയാണ്, പൊന്നാപുരം കോട്ടയാണ്. ഇവിടെ ആര് മത്സരിച്ചിട്ടും പിന്നെ ഒരു ഇടതുപക്ഷത്തിന് നിലം തൊടാതെ UDF ഇവിടെ വൻ ഭൂരിപക്ഷത്തോടാണ് എല്ലാ കാലഘട്ടത്തിലും ഇവിടെ വിജയിച്ചു പോകുന്നത്. അതിന്റെ തെളിവാണ് ഈ വികസനത്തിന്റെ ഒരു തെളിവുകളാണ് ഇവിടെ ഈ കാണുന്നത്. ഇത് മുഴുവനും കൊടുവള്ളി മുനിസിപ്പാലിറ്റി ചെയ്ത ഓരോ ഭാഗങ്ങളിലും ചെയ്ത വികസനത്തിന്റെ കണക്കുകളാണിത്. ഇത് നേർക്കാഴ്ചയാണ്. ഇതിപ്പോ ഈ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണോ, അത് പിന്നെ ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ വിലയിരുത്തലാകുമോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്? തീർച്ചയായിട്ടും അതും ഉണ്ടാവും. മുനിസിപ്പാലിറ്റിയിൽ ഉടനീളം വികസനം ഉണ്ട്. അതോടൊപ്പം തന്നെ വൻ വിജയം ഉണ്ടാവും. അതോടൊപ്പം തന്നെ കേരള ഗവൺമെന്റിനെതിരെ, സർക്കാരിനെതിരെ ഒരു ഇതിപ്പോ ലീഗ് എന്നതുകൊണ്ടാണോ മജീദ് എന്നുള്ളതുകൊണ്ടാണോ നിങ്ങൾ വോട്ട് ചെയ്യുക? അല്ല, ഇത് ലീഗ് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ സ്ഥാനാർത്ഥിക്ക് പ്രസക്തി ഒന്നും? സ്ഥാനാർത്ഥിക്കല്ല പ്രസക്തി. ഇവിടെ ലീഗിന്റെ കോട്ടയാണ്. നേരത്തെ പറഞ്ഞ പോലെ ലീഗിന്റെ കോട്ടയാണ്. അപ്പോൾ ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ വിജയം. ഇവിടെ ആരാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി? ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി DYFIയുടെ ഒരു നേതാവാണ്. പക്ഷേ ചിഹ്നം അദ്ദേഹം നേരത്തെ ചുറ്റിക അരിവാൾ നക്ഷത്രം കൊടുത്തു, പബ്ലിസിറ്റി ചെയ്തു. 2ാമത്തെ ദിവസം അത് അപ്രത്യക്ഷമായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്ലാസ് അടയാളത്തിലാണ് ചിഹ്നം എന്നാണ് കേൾക്കുന്നത്. CPM പ്രവർത്തകനാണ്. CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട LDFന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം മത്സരിക്കുന്നത് ഗ്ലാസ് ചിഹ്നത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. ആ പാർട്ടിയെ കൃത്യമായി പർച്ചേസ് ചെയ്തിരിക്കുന്നു. അതെന്തുകൊണ്ടായിരിക്കും ഒരു അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം വെക്കാതിരിക്കാനൊരു കാരണം? അതിന് മറുപടി കൊടുവള്ളിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയണം. കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുവള്ളിയിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ ആരാണ് പർച്ചേസ് ചെയ്തത്? 2 ദിവസമായി ഞങ്ങളുടെ ചോദ്യത്തിന് ഇതുവരെ മറുപടിയില്ല. സൈഫു, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. CPMന്റെ ഒരു നേതാവാണ്, DYFIയുടെ മുതിർന്ന നേതാവാണ് മത്സരിക്കുന്നത്. പക്ഷെ അദ്ദേഹം മത്സരിക്കുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലോ അല്ലെങ്കിൽ അരിവാൾ നെൽക്കതിരിലോ ഒന്നും അല്ല. CPM ഇവിടെ വേറെയും അങ്ങനെ ഉണ്ടല്ലോ. തന്നെ പല ആരോപണങ്ങൾ, പരാതികളൊക്കെ ഓരോ കോണിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്നതാണ്. വിമതശല്യം ഏറെക്കുറെ കുറയ്ക്കാൻ കഴിഞ്ഞുവെങ്കിലും പല പരാതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചിത്രമാണ് വിമതർ എന്നൊക്കെ പറയുന്നത്. എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കുറെ ഇപ്പം പത്രിക തള്ളിപ്പോയ, പത്രിക പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് കുറെ ആളുകൾ പിൻവലിച്ചു. എന്നാൽ പോലും പിന്നെ ഒന്ന് അടങ്ങാൻ പറയും. ചില വിമതരാണെങ്കിൽ കൂടിയും നിങ്ങൾ പ്രചാരണത്തിനൊന്നും ഇറങ്ങരുത്, പരമാവധി ഒന്ന് അടങ്ങണം എന്ന് പറയും. അവസാന ഘട്ടത്തിൽ ഒരു സെറ്റിൽമെന്റ് കൂടി പ്രതിസന്ധി ഉണ്ടാക്കരുതെന്നൊക്കെ പറയും. പക്ഷെ എന്നാലും ചിലർ ഇറങ്ങും. അത് വലിയ തിരിച്ചടിയാകാനും സാധ്യതയുണ്ട് പലയിടത്തും മുന്നണികൾക്ക്. എന്തായാലും നമുക്കൊപ്പം